അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ച എക്സിക്യൂട്ടീവ് ഉത്തരവ് 14329 പ്രാബല്യത്തിൽ. നമ്മുടെ രാജ്യത്തിന് മേൽ, ഇന്ത്യക്ക് മേൽ ഏർപ്പെടുത്തിയ അധിക തീരുവ പ്രാബല്യത്തിലായിരിക്കുന്നു. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയുടെ പേരിലാണ് അധിക തീരുവ. ഇന്നു മുതൽ ഇന്ത്യക്ക് മേലുള്ള അമേരിക്കൻ നികുതി 50%. അമേരിക്ക ഏറ്റവും കൂടുതൽ ഇറക്കുമതി തീരുവ ചുമത്തുന്ന രാജ്യമായി ഇന്ത്യ മാറി. ഇന്ത്യക്കൊപ്പമുള്ളത് ബ്രസീൽ മാത്രമാണ്. ചൈനയ്ക്ക് പോലും 30% തീരുവയാണെന്ന് നമ്മൾ ഓർക്കണം. ഇന്ത്യയുടെ ഏറ്റവും വലിയ തുണിത്തര കയറ്റുമതി കേന്ദ്രമാണ് അമേരിക്ക, ഏകദേശം 9%. ഏറ്റവും കൂടുതൽ തിരിച്ചടി നേരിടുകയും ടെക്സ്റ്റൈൽ വ്യവസായമായിരിക്കും. അധിക തീരുവ ജ്വല്ലറി, ലെതർ ഫുഡ്വെയർ, പ്ലാസ്റ്റിക്, സുഗന്ധവ്യഞ്ജനങ്ങൾ, തേയില, കാപ്പി, ചെമ്മീൻ തുടങ്ങിയ മേഖലകളിൽ ഷോക്കായി മാറും. പുതിയ വിപണി കണ്ടെത്താൻ ഒരുങ്ങുകയാണ് സമുദ്രോൽപ്പന്ന കയറ്റുമതിക്കാർ. കയറ്റുമതി വ്യാപാരത്തിന്റെ വാർഷിക വരുമാനത്തിന്റെ പകുതിയിലേറെയും ക്രിസ്മസ് കാലത്താണ്. കൃത്യസമയത്താണ് മൈ ഫ്രണ്ടിന്റെ പ്രഹരം. ഇന്ത്യയും അമേരിക്കയും 1/4 നൂറ്റാണ്ട് കൊണ്ട് കെട്ടിപ്പൊക്കിയ പരസ്പര ബന്ധത്തിലാണ് താരിഫിന്റെ കരിനിഴൽ വീണിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ റഷ്യൻ എണ്ണ വാങ്ങുന്നത് ഇന്ത്യയാണോ? അല്ല, ചൈനയാണ്. ഏറ്റവും അധികം റഷ്യൻ പ്രകൃതിവാതകം വാങ്ങുന്നത് ആരാണ്? ഇന്ത്യയാണോ? അല്ല, യൂറോപ്യൻ യൂണിയനാണ്. പക്ഷേ നടപടി അത് ഇന്ത്യക്കെതിരെ മാത്രമാണ്. ചൈനയ്ക്കും പുട്ടിനും പരവതാനി വിരിക്കുകയാണ് അമേരിക്ക. ഇന്ത്യക്ക് അധിക തീരുവയും. റഷ്യയെ കീഴടക്കാനുള്ള ട്രംപിന്റെ സാമ്പത്തിക തന്ത്രമാണെന്നൊക്കെ അമേരിക്ക പറയുന്നുണ്ട്. ഇന്ത്യക്ക് മേൽ അധിക തീരുവ ഏർപ്പെടുത്തി എങ്ങനെയാണ് റഷ്യ യുക്രൈൻ യുദ്ധം നിർത്തുക എന്നത് ട്രംപിന് മാത്രം മനസ്സിലായിട്ടുള്ള ലോജിക്കാണ്. ഇന്ത്യയുടെയും അമേരിക്കയുടെയും ജൂൺ പാത GDP വളർച്ചാ കണക്ക് ഈ ആഴ്ച അറിയാമെന്നതും നെഞ്ചിടിപ്പ് കൂട്ടുന്നുണ്ട്. ഇന്ത്യയുടെ നിലപാട് ശക്തമാണ്, വ്യക്തമാണ്. കർഷകരുടെയും ചെറുകിട വ്യവസായികളുടെയും താൽപ്പര്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ല, പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു.